ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. 3ാം ഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. തിരഞ്ഞെടുപ്പിന് ശേഷം നടപ്പാക്കുന്ന പദ്ധതികളിൽ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉഷ്ണതരംഗ മുന്നറിയിപ്പിനെ തുടർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത പ്രതിരോധ സഹകരണ സമിതി 7ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭൂമിക്കായി മാധ്യമങ്ങൾ എന്ന പ്രമേയത്തിൽ ഊന്നി ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. 5ാം ഘട്ടത്തിൽ ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ജമ്മു കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ്. നാളെയാണ് സൂക്ഷ്മ പരിശോധന. ഈ മാസം 6 വരെ പത്രിക പിൻവലിക്കാം. ഉത്തർപ്രദേശിലെ റായ്ബറേലി, കൈസർഗഞ്ച് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. റായ്ബറേലിയിൽ നിന്നും ദിനേശ് പ്രതാപ് സിംഗ് ജനവിധി തേടും. കൈസർഗഞ്ചിൽ സിറ്റിംഗ് MP ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗ് മത്സരിക്കും. എന്നാൽ റായ്ബറേലിയിലും അമേഠിയിലും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. റായ്ബറേലി, അമേഠി, കൈസർഗഞ്ച് എന്നിവിടങ്ങളിൽ ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ പര്യടനം നടത്തും. കൃഷ്ണനഗർ, ബോൽപൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാക്കളായ പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഛത്തീസ്ഗഡിലെ കോർബയിലും രാഹുൽ ഗാന്ധി കർണാടകയിലെ ഷിമോഗയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ഈ മാസം 7-നാണ് 3ാം ഘട്ട വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കും. തിരഞ്ഞെടുപ്പിന് ശേഷം നടപ്പാക്കുന്ന പദ്ധതികളിൽ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും രാഷ്ട്രീയ കക്ഷികൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇതിനായി പരസ്യങ്ങളോ സർവേകളോ നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചെന്നാരോപിച്ച് BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ ഇന്നലെയാണ് പരാതി നൽകിയത്. കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും നേതാക്കൾ തുടർച്ചയായി നടത്തുന്ന പ്രസ്താവനകൾ നീതിപൂർവകവും സുഗമവുമായ തെരഞ്ഞെടുപ്പിന് തടസ്സമാണെന്നും ഇതിനെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും അവർ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഉയർന്ന ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിങ്കളാഴ്ച വരെ അടച്ചിടാൻ തീരുമാനം. ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനം. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കാനും യോഗത്തിൽ നിർദ്ദേശിച്ചു. തൊഴിലാളികളുടെ ജോലി സമയവും ഇതനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസ്, NCC പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്ബസ്റ്റോസ്, ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. ആലപ്പുഴ, പാലക്കാട്, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത ഉള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലകളിൽ തുടർച്ചയായി അതിതീവ്ര ചൂട് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും താപനില ഉയരാനാണ് സാധ്യത. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള 7ാമത് സംയുക്ത പ്രതിരോധ സഹകരണ സമിതി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെയും ഇന്തോനേഷ്യൻ പ്രതിരോധ സെക്രട്ടറി ജനറൽ ഡോണി എറംവാൻ തൌഫൻ റോയും യോഗത്തിൽ സംയുക്തമായി അധ്യക്ഷത വഹിക്കും. ന്യൂഡൽഹിയിലും പൂനെയിലും ഇന്ത്യൻ പ്രതിരോധ വ്യവസായ മേഖലയിലെ വിദഗ്ധരുമായി ഇന്തോനേഷ്യൻ പ്രതിരോധ സെക്രട്ടറി ജനറൽ ചർച്ച നടത്തും. ഷക്സ്കം താഴ്വരയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വളച്ചൊടിക്കാനുള്ള ചൈനീസ് നീക്കത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. 1963 ചൈന പാകിസ്ഥാൻ അതിർത്തി കരാർ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെന്നും ഷക്സ്കം താഴ്വര ഇന്ത്യയുടേതാണ് എന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം 1993 മുതൽ എല്ലാ വർഷവും മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ഭൂമിക്കായി മാധ്യമങ്ങൾ, പാരിസ്ഥിതിക പ്രതിസന്ധിക്കിടയിലെ മാധ്യമ പ്രവർത്തനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദൈനംദിന വാർത്തകൾ ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടിയുള്ള സാഹസിക യജ്ഞത്തിനിടയിൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകർക്കും ജയിൽവാസം അനുഭവിച്ചവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിനാചരണം നടത്തുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ആഘോഷിക്കാനും ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥ വിലയിരുത്താനുമുള്ള അവസരമായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനത്തെ കണക്കാക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കാനുള്ള യുനെസ്കോയുടെ ഗില്ലർമ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നത് ഈ ദിനത്തിലാണ്. ഈ വർഷം ചിലി സർക്കാരും യുനെസ്കോയും 31ാമത് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിന സമ്മേളനം സാന്റിയാഗോയിൽ സംഘടിപ്പിക്കും. ലോകമെമ്പാടുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ആശയങ്ങൾ കൈമാറുന്നതിനുമുള്ള ഒരു ആഗോള വേദി പ്രദാനം ചെയ്യുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 1 റൺ ജയം. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസ് നേടിയിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് അവസാന പന്തിലാണ് വിജയം കണ്ടത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 118 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ വനിതകൾ 9 പന്ത് ബാക്കി നിൽക്കെ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പര 3-0 ഇന്ത്യ സ്വന്തമാക്കി. കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടക്കുന്ന ASBC ഏഷ്യൻ അണ്ടർ 22 യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 4 ഇന്ത്യൻ പുരുഷ താരങ്ങൾ സെമി ഫൈനലിലേക്ക് കടന്നു. 51 കിലോഗ്രാം വിഭാഗത്തിൽ മന്ദൻ ബാം ജദുമണി സിംഗ്, 57 കിലോഗ്രാം മത്സരത്തിൽ നിഖിൽ, 63.5 കിലോഗ്രാം വിഭാഗത്തിൽ അജയ് കുമാർ, 71 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷ് എന്നിവരാണ് സെമി പ്രവേശനം നേടിയത്. ഇന്ന് നടക്കുന്ന മറ്റ് മത്സരങ്ങളിൽ വനിതാ താരങ്ങൾ ഉൾപ്പെടെ പോരാട്ടത്തിന് ഇറങ്ങും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക കരാറിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഷാർജ വാണിജ്യ വ്യവസായ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കും. സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തമാക്കാനും പുതിയ നിക്ഷേപ അവസരങ്ങൾക്ക് വഴിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുന്നത്. ഈ മാസം 5 മുതൽ 10 വരെയാണ് സന്ദർശനം. ഷാർജയിലെയും ഇന്ത്യയിലെയും ബിസിനസ് പ്രമുഖർ മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിൽ വെച്ച് ചർച്ചകളും നടത്തും. മുംബൈയിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘത്തെ പിടികൂടി. 75 ലക്ഷം രൂപ വിലമതിക്കുന്ന രാസമയക്കുമരുന്നുകൾ പിടിച്ചെടുത്ത് മുംബൈയിൽ നിന്നുള്ള ഒരു വിതരണക്കാരൻ ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ സന്ദേശ് ഖലി അനധികൃത ഭൂമി കയ്യേറ്റവും സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമവും ഉൾപ്പെടെയുള്ള കേസുകളിൽ CBI പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം, ജസ്റ്റിസ് ഹിരൺമയ ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. 3ാം ഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. തിരഞ്ഞെടുപ്പിന് ശേഷം നടപ്പാക്കുന്ന പദ്ധതികളിൽ ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്യിക്കുന്ന നടപടികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉഷ്ണതരംഗ മുന്നറിയിപ്പിനെ തുടർന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത പ്രതിരോധ സഹകരണ സമിതി 7ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭൂമിക്കായി മാധ്യമങ്ങൾ എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു. ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. IPLൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.